അഹാന കൃഷ്ണ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള സാരി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊമോ ഒക്കെ പുറത്ത് വിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്കെല്ലാം വാങ്ങാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഏകദേശം 7,000 രൂപയ്ക്ക് അടുത്തായിരുന്നു ആ ഒരു സാരിയുടെ വില വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു വിലയൊക്കെ ഇട്ട് സ്റ്റോക്കും കാര്യങ്ങളുമൊക്കെ ഉടനെ തന്നെ തീർന്നുമായിരുന്നു, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു സാരിയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇവർ എവിടുന്നെങ്കിലും കാണുന്ന ആ ഒരു സാരി ഉണ്ടെങ്കിൽ കുറച്ച് ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇവർ അതിനൊരു പേര് വല്ല പത്മിനിന്നോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് വിൽക്കും. അതവർ ആദ്യമേ ഇത് തുടങ്ങിയ സമയത്ത് അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതേ പ്രോഡക്റ്റ് തന്നെ മറ്റു ആൾക്കാരും വിൽക്കുന്നുണ്ട്. അവരിപ്പോൾ ഒരു 4,000-നൊക്കെ ആയിരിക്കും വിൽക്കുന്നത്. അതുണ്ടെങ്കിൽ ഈ ഒരു അഹാനയും അവരുടെ ആ ഒരു കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ വിൽക്കുന്നത് ഏകദേശം 7,000 രൂപയ്ക്കാണ്. അപ്പോൾ അത്രയും ഡിഫറൻസ് വന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെപ്പറ്റിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് കണ്ടില്ലേ, ഇത് ഏകദേശം സെയിമാണ്, ഇവർ ഇത്രയും എമൗണ്ട് കൂടുതലാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ. അതുകൊണ്ട് തന്നെ കുറേയധികം പേര് ഇത് വാങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത്രയും എമൗണ്ടൊന്നും കൊടുക്കാനില്ലല്ലോ, ഇവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി ഞാൻ പറഞ്ഞല്ലോ, ഇതേ കണക്ക് ഇവരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം ആണ് പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ആദ്യമേ ആ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു പെൺകുട്ടി തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അതിനകത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ പറഞ്ഞത് കുറേയധികം പേര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇപ്പം അഹാനെ അവരുടെ കുടുംബത്തിനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര കുറച്ചും കൂടി വാല്യൂ ഉള്ളവരാണ്. അപ്പോൾ അവരിത് കണക്കത് വിൽക്കുന്ന സമയത്ത് അവരുടെ രീതിയിലാണത് വിൽക്കുന്നത്. അതുപോലെ തന്നെ അവരിത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയും അവരത് കാണിക്കുന്ന രീതിയിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവരത് സെല്ല് ചെയ്യുമ്പോൾ അതിനനുസരിച്ചായിരിക്കും സെല്ല് ചെയ്യുന്നത്. ഞാനുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ കുറേയധികം പേര് വളച്ചൊടിച്ചൊക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതേ കണക്ക് തോന്നിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ് സെയിം പ്രോഡക്റ്റ് ആണെന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേയധികം പേര് ഞാനിത് സെയിം പ്രോഡക്റ്റാണ്, അഹാനയൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി വിൽക്കുവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ടാണ് പറയുന്നുണ്ടായിരുന്നത്. അതുണ്ടെങ്കിൽ അത്ര ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നില്ല. ഞാൻ പറയാത്തൊരു കാര്യമാണ്. ആൾക്കാർ യൂട്യൂബിൽ ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് അവരുടെ ഫാമിലിക്ക് ഒരു വാല്യൂ ഉണ്ട്, അവരതിനനുസരിച്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേന് അവരത് ചാർജ് ചെയ്യുന്നത് വാങ്ങാൻ ആൾക്കാരുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നം എന്ന് അറിയത്തില്ല. എന്നെ ഇതിലേക്ക് ആവശ്യമില്ലാതെ വലിച്ചിഴച്ചു എന്നുള്ള രീതിയിൽ ആ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവരിത് കണക്ക് വീഡിയോ ഇട്ടതിന് താഴെ വന്ന് ദിയ കൃഷ്ണയൊക്കെ ഭയങ്കര സ്മൈലി ഫേസും കാര്യങ്ങളൊക്കെ ക്ലാപ്പ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു ഇമോജീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറേയധികം പേര് ഇവരിട്ട വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അഹാന കൃഷ്ണയൊക്കെ വിളിച്ചത് കണക്ക് ഇവരെ മാറ്റി പറയാൻ വേണ്ടി പറയിപ്പിച്ചതാണോ എന്നുള്ള രീതിയിലൊക്കെ. എന്തായാലും അവർ തന്നെ ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേയധികം പേര് പറയുന്ന ഒരു കാര്യം, എന്ത് ഇവരൊക്കെ ഇപ്പോൾ അഹാന കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് അറിയാമെന്ന്, ഇവർക്ക് കുറച്ച് വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇവർ അത്രയും ഇപ്പോൾ ഒരു 4,000 രൂപയുടെയൊക്കെ പ്രോഡക്റ്റിന് 7,000 രൂപയൊക്കെ ആൾക്കാർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് അത്ര ശരിയല്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. എന്തായാലും നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.